പ്ലാൻ ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികമായല്ലേ ചാനലിലെ വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ പെറ്റൂണിയ പ്ലാന്റുകളുടെ വീഡിയോ വരുന്നിട്ട് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് 2 ചാനലുകളിൽ നിന്നും വന്ന് നല്ല റെസ്പോൺസ് ആയിരിക്കുന്നു കേട്ടോ. ഒത്തിരി പ്ലാന്റ്സുകൾ അയക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടൊക്കെയാണ് ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്തിടാനൊക്കെ ടൈം കിട്ടാത്തതുകൊണ്ടിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ളൊരു ഒരു കോംബോ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മളെ പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട്. ഒരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പെറ്റൂണിയ പ്ലാന്റിന് റെഡ് പെറ്റൂണിയാസൊക്കെ ഉടനെ നമ്മൾ സെയിൽ പോസ്റ്റിൽ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും ഹെൽത്തി ആയിട്ട് വരുന്നു. നല്ല ഉഷാറായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റുകൾ ഇപ്പോൾ ചോദിക്കരുത് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നതൊക്കെ നമ്മുടെ കയ്യിൽ തീർന്നു. പുതിയതായി വരുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മളൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ DTDC കൊറിയർ സർവീസ് വഴിയായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടൊക്കെയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ചാനൽ കൂടിയിട്ടുണ്ട്, പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറഞ്ഞ ചാനൽ. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറേ സെയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കോംബോ ആയിട്ടാണ് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 5 പ്ലാന്റുകളുടെ കോംബോ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം. പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ. 5 പ്ലാന്റ്സുകൾ ഒരുമിച്ചാണ് കൊടുക്കുകയും ചെയ്യുന്നത്. വേണ്ടവർക്ക് ഇതാ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ്. ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഇതേ സൈസ് പ്ലാന്റുകൾ തന്നെ ആയിരിക്കും തരുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ്റെ സൈഡിലൂടെ ഒരു യെല്ലോ ഷെയ്ഡ് പോകുന്നതായിരിക്കും ഈ ബ്ലാക്ക് ജാക്ക് കേട്ടോ. ഇതാണ് സൈസ്. ഒരു 3 ഇഞ്ച് സൈസ് പോട്ടിലാണ് വരുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ മിക്കാഡോ ആണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റിൽ ബുഷിയായിട്ട് വളരുന്ന അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് സ്നേക്ക് പ്ലാന്റ് മിക്കാഡോ എന്ന് പറഞ്ഞ കാറ്റഗറി. അതിൻ്റെതായ ഒരു സിംഗിൾ ഷൂട്ട് ഈ ഒരു പ്ലാന്റും നമ്മൾ ഇതോടൊപ്പം ഈ കോംബോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് മിക്കാഡോ. ഇനി നെക്സ്റ്റ് വൺ ഫിറ്റൂണിയാണ് കേട്ടോ. ഫിറ്റൂണിയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഫിറ്റൂണിയെ കാണാനായിട്ട്. വളർത്താനും എളുപ്പമാണ്. അത്യാവശ്യം തണുപ്പുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് നല്ലതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കും. നമുക്ക് ഔട്ട്ഡോറിലൊന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി മഴ നനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റ് ചീത്തയായി പോവും. നമുക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേ സൈസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഇതേ സൈസ് പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. നമുക്ക് ഈ പ്ലാന്റ് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുമോ. അതാണ് 3ാമത്തെ പ്ലാന്റ്. ഇതാണ് 4ാമത്തെ പ്ലാന്റ്. പെഡിലാന്തസ് ഗ്രീൻ വെറൈറ്റിയാണ്. ഫിഷ് ബോൺ എന്നൊക്കെ പറയും. ഇതിനിതാ 3 തൈകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ചിലതിൽ 4 തൈകളൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിൽ ഞാൻ 3 തൈയുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ പ്ലാന്റ്. 5ാമത്തെ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് തന്നെ ഡോർഫ് വെറൈറ്റിയാണ്. നോർമൽ ഗ്രീൻ അല്ല, കുള്ളൻ വെറൈറ്റിയാണ്. ലീഫ് ഒരു കേളി ടൈപ്പ് ആയിരിക്കും ഇതിൻ്റെ വരുന്നത്. ഇത്തിരി കട്ടിയുള്ള ലീഫും കൂടിയിട്ടാണ് ഇതിന് വരുന്നത്. ഇതിനൊരു 3 ഷൂട്ടോട് കൂടിയിട്ടൊക്കെയുള്ള പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു 5 പ്ലാന്റും കൂടി ചേർന്ന് വരുന്ന കോംബോ റേറ്റ് ഇന്നത്തെ 320 പ്ലസ് ECക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 320 പ്ലസ് ECക്കാണ് ഈ 5 പ്ലാന്റ്സുകൾ നമ്മൾ തരുന്നത്. ഇതേ സൈസ് പ്ലാന്റുകൾ തന്നെ ആയിരിക്കും തരുന്നത്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും. അപ്പോൾ ഈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, കോൺടാക്ട് ചെയ്യുക. പുറകെ ഒത്തിരി നല്ല പ്ലാന്റ്സുകളായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. നമുക്ക് 2 ചാനലിലും കൂടി വീഡിയോസ് എടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇനി നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ചൊക്കെ പെൻഡിങ്സുകളും കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് DTDC ഇച്ചിരി ഡിലേ ആണ് സർവീസുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പെൻഡിങ്സ് ഒക്കെ തീർന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറഞ്ഞ ചാനലിൽ നാളെ നമ്മളൊരു അടിപൊളി വീഡിയോസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.